ഹായ് എവരി വൺ, എൻ്റെ പേര് ആയന. ഞാൻ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വടകര സെക്കൻഡ് ഇയർ BSW സ്റ്റുഡൻ്റ്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്ന് എടുക്കാൻ പോകുന്നത് എന്താണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? സോഷ്യൽ മീഡിയ അല്ലേ. നമ്മളിൽ പലരോടും സോഷ്യൽ മീഡിയ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് എന്നൊക്കെയായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സോഷ്യൽ മീഡിയ? 1971 ആദ്യത്തെ ഇമെയിൽ അയക്കപ്പെട്ടതോടു കൂടിയാണ് ലോകത്ത് ഇന്റർനെറ്റ് റവല്യൂഷൻ ആരംഭിക്കുന്നത്. 47 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു ക്ലിക്ക് കൊണ്ട് എല്ലാ കാര്യങ്ങളും നേടാവുന്ന ഒരു അവസ്ഥയിലേക്ക് നാം വളർന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്ലിക്ക് കൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് അഥവാ ട്രെയിൻ ടിക്കറ്റ്, ഷോപ്പിങ്ങുകൾ, എന്തു വേണമെങ്കിലും നമുക്ക് കിട്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം വളർന്നിരിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ നമ്മളുടെ വിരൽത്തുമ്പുകളിലേക്ക് മാറുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടുതലും അഡിക്റ്റായി കൊണ്ടിരിക്കുന്നത് യൂത്താണ്. ഇപ്പോൾ നമ്മൾ പ്രാചീന കാലത്ത് പണ്ടുള്ള ആൾക്കാർക്ക് ഒരു യൂസ് ചെയ്തിരുന്നത് ആംഗ്യ ഭാഷയാണ്. ഇപ്പോൾ ഒരിക്കൽ പ്രത്യേകിച്ച് ലിപിയോ അല്ലെങ്കിൽ ഒരേതായ ഒരു ഭാഷയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഓലേതായ ഒരു ഭാഷ വരികയും പിന്നെ അതിലൂടെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരേതായ ലിപി വന്ന് ആ ലിപിയിൽ നിന്ന് പിന്നെ വാർത്തകൾ, പത്രമാധ്യമങ്ങൾ വന്ന് ആ പത്രമാധ്യമങ്ങൾക്ക് ശേഷം പിന്നെ റേഡിയോകൾ വരാൻ തുടങ്ങി. പിന്നെ ആ റേഡിയോകൾക്ക് ശേഷം ടെലിവിഷൻ വരാൻ തുടങ്ങി. ആ ടെലിവിഷന് ശേഷം പിന്നെ ഇന്റർനെറ്റുകൾ വരാൻ തുടങ്ങി. ഇപ്പൊ സമൂഹത്തിൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ AI എന്ന യുഗത്തിലാണ് ജീവിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സോഷ്യൽ മീഡിയ, ഇപ്പൊ ഒരു നാണയം എന്ന് വെച്ചാല് നാണയത്തിന് 2 വശങ്ങളില്ലേ, അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയക്കും. അപ്പൊ കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് നന്ദനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നന്ദന ജയകുമാർ. വടകര കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സെക്കൻഡ് ഇയർ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥിയാണ്. അപ്പൊ അതിനെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൈക്ക് ഒന്ന് ഓഫ് ചെയ്യോ? ഹലോ, കേൾക്കുന്നില്ലേ? ഒന്ന് മൈക്ക് ഓഫ്. ഓക്കെ, അപ്പൊ അതിനെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ സോഷ്യൽ മീഡിയനെ പറ്റിയിട്ടാണ് ഞങ്ങളിന്ന് പറയാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയെ പറ്റി എന്നെക്കാളും കൂടുതൽ അറിവുള്ളവരായിരിക്കും നിങ്ങൾ എല്ലാവരും. എന്നാലും എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ രാവിലെ ഉറക്കം എണീറ്റാൽ തന്നെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഫോണായിരിക്കും. ഫോണിൽ നമ്മൾ വാട്സപ്പ് ചെക്ക് ചെയ്യും, അതിൽ ചാറ്റുകൾ, സ്റ്റാറ്റസുകൾ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, സ്റ്റോറീസ്, ഓരോരുത്തരുടെ പോസ്റ്റ്, ഇതൊക്കെ നമ്മൾ രാവിലെ പ്രഭാത കൃത്യങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ആദ്യം ഫോൺ ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയ ഇന്ന് ഉപയോഗിക്കുന്നത് കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ചില ആളുകൾ പിന്നെ പഠന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും, അവരുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പല ലേണിംഗ് ആപ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ചില ആൾക്കാർ ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് റീൽസ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ യൂട്യൂബിലെ ബ്ലോഗുകൾ ചെയ്തിട്ട് ഫേമസ് ആയ അത് തന്നെ ജീവിത മാർഗം ആക്കിയിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ആൾക്ക് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ഗുണങ്ങൾ ഉള്ള പോലെ തന്നെ നമ്മളെ സമൂഹം ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും സോഷ്യൽ മീഡിയനെ തന്നെയാണെന്നുള്ളത് കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഓരോരുത്തർ ഓരോ ഇമോഷൻസ്, അവരുടെ ഹാപ്പിനെസ് ഏറ്റവും കൂടുതൽ അവര് സോഷ്യൽ മീഡിയയിലൂടെ ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓരോരുത്തർ സങ്കടങ്ങൾ കാണിക്കുന്നത് കുറവാണ്. 90% ആൾക്കാരും അവരുടെ
ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കും സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളീയ സമൂഹത്തില് കുടുംബങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഫോണും സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളെ ഇപ്പോ ഫോണ് ചാർജിലിട്ട് സമയത്തായിരിക്കും നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഡാറ്റ കഴിഞ്ഞിട്ടുള്ള അവസരത്തിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൽ നമ്മുടെ കുറെ സമയം നമ്മുടെ കുറെ സമയം നഷ്ടപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള നമ്മൾ സ്ക്രോൾ ചെയ്ത് ഇത്തരം കുറെ സമയം നമ്മളെ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു തന്നതാണ്. ഇനി സോഷ്യൽ മീഡിയന്റെ നല്ല വശങ്ങളെ കുറിച്ചിട്ട് അയന നിങ്ങൾക്ക് പറഞ്ഞു തരും. സോഷ്യൽ മീഡിയക്ക് ധാരാളം നല്ല വശങ്ങളുണ്ട്, ധാരാളം ചീത്ത വശങ്ങളുണ്ട്. ഒരു പിന്നെ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാളുകൾക്ക് അവരുടെ ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങളും പിന്നെ ഓരോ സംസ്ഥാനങ്ങളെ കുറിച്ചും ലോകത്തെക്കുറിച്ചും വിഷയങ്ങളെക്കുറിച്ചെല്ലാം കൂടുതൽ അറിവുള്ളവരാക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ആണ്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള ലേണിംഗ് ആപ്പുകളുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെന്റ് ആക്കാൻ ഒരുപാട് ആപ്പുകളുണ്ട്. അതുപോലെ തന്നെ ട്യൂഷൻ, വീട്ടിലിരുന്ന് ഓൺലൈൻ ട്യൂഷൻ ഇല്ല, അതൊക്കെ ഒരുപാട് ഉപകാരപ്രദമാണ് കുട്ടികൾക്ക്. അതുപോലെ തന്നെ പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിലൂടെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇപ്പം നമുക്കറിയാത്ത കുറെ ആൾക്കാരുണ്ടാവില്ലേ സോഷ്യൽ മീഡിയയിലൂടെ. ഇപ്പോൾ എന്താ പറയാ, ഓരോരുത്തരായിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ ഇപ്പൊ നമുക്ക് അറിയാത്ത ആളായിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ട് ഒരുപാട് ആൾ മെസ്സേജ് അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ ഒരുപാട് ആളായിട്ട് പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തെ മുഴുവൻ കണക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി സോഷ്യൽ മീഡിയന്റെ ഗുണങ്ങളിൽ ഉണ്ട്. പിന്നെന്ന് പറയുന്നത് ജീവിതത്തിലെ നിലവാരം ഉയർത്താൻ സോഷ്യൽ മീഡിയ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ക്രൗഡ് ഫണ്ടിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ ഓരോരുത്തരുടെ ചികിത്സ സഹായത്തിനുള്ള ഫോട്ടോസും വീഡിയോ എല്ലാം ഇല്ല. ഇങ്ങനെ ഇത്ര സർജറിക്ക് ഇത്ര പണം ആവശ്യമാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ ചെയ്തിടുന്നില്ല. അപ്പൊ നമുക്ക് ഓരോ അക്കൗണ്ടിലേക്ക് പൈസ അയക്കാനൊക്കെ അയക്കുന്നില്ലേ. അപ്പോ അതിലൂടെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ വളരെ ഒരു സഹായകമായി മാറുന്നില്ലേ. അതുപോലെയാണ് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്ന ഒരു നല്ല സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇപ്പോ ഫേസ്ബുക്കിൽ ചില ആളുകള് പിന്നെ കവിതയും കഥയും ഒക്കെ എഴുതിയിരുന്നില്ലേ. അപ്പൊ അവരുടെ കഴിവുകൾ വർദ്ധിക്കാനും അവരെ കൂടുതൽ അറിയാനും കൂടെ സാധിക്കുന്നില്ല. ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയന്റെ നല്ല വശങ്ങളാണ്. അപ്പോ ഇനി ദോഷവശങ്ങൾ പറയാം. കഴിഞ്ഞ ഓക്കെ, സോഷ്യൽ മീഡിയന്റെ നല്ല വശങ്ങളെ പറ്റി തന്നെ അയന നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോ ഇത് നമുക്കൊരു നല്ല വശങ്ങൾ ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു മോശം കാര്യം എന്തായാലും ഉണ്ടാവും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ. ഇപ്പൊ നമ്മൾ ഒരുപാട് കേസുകൾ സോഷ്യൽ മീഡിയ വഴി കേൾക്കുന്നുണ്ട്. പലരും സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ചെയ്തെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാറ്റസ് നമ്മൾ രാവിലെ ഫോൺ നോക്കുന്ന സമയത്ത് ഒരു സ്റ്റാറ്റസ് ഇട്ടെന്ന് വയ്ക്കുക. അപ്പൊ അതിനൊരു നമുക്ക് കമന്റ്, ഒരു മോശമായിട്ടുള്ള ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കമന്റ് വന്നാൽ അപ്പൊ നമ്മളത് മെന്റലി അത് വല്ലാണ്ട് തളർത്തുന്നുണ്ട്. അപ്പൊ നമ്മളെ ഫോണിന് കൂടുതൽ നന്നായിട്ട് അഡിക്റ്റ് ആകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കമന്റ് നമ്മൾ അത്രത്തോളം വേദനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റോറിക്ക് ഇതുപോലെ തന്നെ റിപ്ലൈ വന്നാലും വല്ലാണ്ട് നമ്മളെ ഡൗൺ ചെയ്യും. രാവിലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ആ ദിവസം തന്നെ ഈ ഒരു പ്രശ്നം കാരണം ഇല്ലാണ്ടാവുന്നതാണ് ഇത്. അപ്പൊ നെക്സ്റ്റ് സൈബർ ബുള്ളിങ് ആണ്. സൈബർ ബുള്ളിങ് നമ്മൾ ഒരുപാട് കേസസ് ഇപ്പൊ കേട്ടു. പല ആളുകളും സൂയിസൈഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ സൈബർ ബുള്ളിങ് ആണ്. നമുക്ക് ഒരു വ്യക്തിയോട് നമുക്ക് നേരിട്ട് പറയാൻ, നമുക്ക് അയാളുടെ നെഗറ്റീവ്സ് നമുക്ക് നേരിട്ട് പറയാൻ നമുക്ക് പറ്റണമെന്നില്ല. പല ആൾക്കാരും അതിന് തയ്യാറാകുന്നില്ല.
അന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യോ പ്ലീസ്? ഓക്കെ. അപ്പൊ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ പല ആൾക്കാരും സൂയിസൈഡ് ചെയ്യാൻ മെയിൻ റീസൺ ഇതാണ്. പല ആൾക്കാർക്കും നേരിട്ട് പറയാൻ ഇതിനെ പറ്റിയെന്നില്ല. അപ്പൊ അവരെ നമ്മൾ മാനസികമായിട്ട് ഒരു റീസൺ ഉണ്ടാവുമ്പോൾ അവര് നമ്മൾ മാനസികമായിട്ട് തളർത്തുക. ഇപ്പൊ പല ചില ആളുകള് ഇൻസ്റ്റഗ്രാമിലൊക്കെ വലിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാര് പലരും ലവ് അഫയേഴ്സിന്റെ കാര്യങ്ങളൊക്കെ അവർ അപ്പപ്പ അപ്ഡേറ്റ് ചെയ്യും. അവർ പോകുന്ന കാര്യങ്ങൾ, വരുന്ന കാര്യങ്ങൾ. അപ്പൊ അവരൊരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാല്, അവരെന്തെങ്കിലും റീസൺ കൊണ്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാല് ഇപ്പൊ രണ്ടുപേരെയും അവര് കമന്റ്സ് നമ്മൾ നേരിട്ട് കാണാത്ത ആൾക്കാരായിരിക്കും. പുറത്ത് അവരുടെ ഐഡന്റിറ്റി അവർക്ക് ഹലോ ഒന്ന് മൈക്ക്. ഓക്കെ. അപ്പൊ നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ ഫേക്ക് അക്കൗണ്ട്സ് പോലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമ്മളെ മോശമായിട്ട് നമ്മളെ ബോഡി ഷേമിങ് ചെയ്യുന്നതും നമ്മുടെ പ്രൈവസിയുള്ള കാര്യങ്ങൾ, നമ്മളെ ഫാമിലിനൊക്കെ നമ്മൾ വളരെ മോശമായിട്ട് കമന്റ്സുകൾ ഇടുകയും അതിലൂടെ നമുക്ക് ജീവിക്കാൻ തന്നെ ഒരു താല്പര്യം ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. പല ഇപ്പൊ അടുത്ത് തന്നെ കുറെ കേസുകൾ നമ്മൾ ഇങ്ങനെ തന്നെ കേട്ടു. എന്തെങ്കിലും ഒരു റീസൺ, ഇപ്പൊ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഡൈവോഴ്സ് ആയെന്നിരിക്കട്ടെ. അപ്പൊ അവരുടെ പേഴ്സണൽ കാര്യമാണ്. അപ്പൊ അവര് എന്തെങ്കിലും ഇഷ്യൂസ് കാരണമായിരിക്കും ഡൈവോഴ്സ് ആയിട്ടുണ്ടാവുക. അപ്പൊ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇറങ്ങി ചെന്ന് മോശമായിട്ടുള്ള കമന്റ്സുകൾ നമ്മൾ കേട്ടാൽ തന്നെ അറക്കുന്ന തരത്തിലുള്ള കമന്റ്സുകളാണ് ഇപ്പൊ പല ആൾക്കാരും. പക്ഷെ അവർക്ക് അവരുടെ ഐഡന്റിറ്റി അവർ തെളിയിക്കില്ല. ഫേക്ക് അക്കൗണ്ട്സുകൾ എടുത്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പല നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നമുക്ക് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവും. നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. പല ആൾക്കാരും ഈ ടെലിഗ്രാമിലൊക്കെ മൂവി ഡൗൺലോഡ് ചെയ്ത് ഒരുപാട് സമയം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങാതെ സിനിമകൾ കണ്ടും സീരീസ് കണ്ടും വെറുതെ സമയം പോക്കി നമ്മൾ ഉറങ്ങാതിരിക്കും. അത് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സിലേക്ക് നമ്മളെ വല്ലാതെ എത്തിക്കുന്നതാണ്. സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് വന്ന് നമ്മൾക്ക് പിറ്റേന്നുള്ള ഡെയിലി റുട്ടീനിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് ഫോമോ. ഫോമോ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. നമുക്ക് നമ്മളിപ്പോ ഒരാളെ എന്താ പറയാ, നമ്മളിപ്പോ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മളൊരു ഫോട്ടോന് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഫേവറേറ്റ് പേഴ്സൺ കൃത്യമായ സമയത്ത് ഓൺലൈനിൽ വന്നിട്ടില്ലെങ്കിൽ, ഒരു മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ഫിയർ ആണ്. അയാൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയായിരിക്കും. അപ്പൊ പല ആൾക്കാരും ഓൺലൈൻ റിലേഷൻഷിപ്പ് ഒക്കെ കൊണ്ടുപോകുന്നതാണെങ്കിൽ ഇത്തരത്തിലുള്ള അവർക്ക് പല വർക്കുകൾ കൊണ്ടായിരിക്കും, സമയമില്ലാത്ത അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഇല്ലാണ്ടിരിക്കുക. പക്ഷെ ഇവർക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആയിരിക്കും. ഇപ്പൊ ഒരു ഓൺലൈനിൽ ഉണ്ടായിട്ട് മെസ്സേജ് ബ്ലൂടിക്ക് വരാത്തപ്പോ ടെൻഷൻ അടിക്കുന്ന ടീംസുകളാണ് ഇപ്പോ മൊത്തത്തിലുള്ളതെന്നാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഈ പ്രണയത്തിലും സൗഹൃദത്തിലും വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാല് അൺറിയലിസ്റ്റിക് ഉള്ള വേൾഡിലാണ് ഇപ്പൊ പല കുട്ടികളും. എപ്പോഴും നമ്മളിപ്പോ അറിയാത്തൊരു നമ്മളെ അടുത്തുള്ള അയൽവീട്ടുകാർ പോലും നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷെ ഹലോ ഒന്ന് മൈക്ക്. അപ്പൊ നമ്മൾ അടുത്ത വീട്ടുകാരെ പോലും നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. പക്ഷെ നമ്മൾ ഓൺലൈൻ വഴി പരിചയപ്പെട്ട അപ്പുറത്തെ വേറെ ജില്ലയിലെ ആൾക്കാർ, വേറെ രാജ്യത്തിലെ ആൾക്കാർ വരെ നമുക്ക് കമ്പനി ഉണ്ടാവും. അപ്പൊ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അവരുടെ സ്വഭാവം എന്താണെന്നോ നമുക്ക് അറിയില്ല. എന്നാലും നമ്മൾ അവരുമായിട്ട് കൂടുതലായിട്ട് കമ്പനി ആവും. അപ്പൊ അത് നമുക്ക് ചിലപ്പോ നല്ല റീസൺ കൊണ്ടായിരിക്കും നമുക്ക് നല്ലത് എന്ന രീതിയിൽ നമ്മളെ ലൈഫ് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഓക്കെയാണ്. പക്ഷെങ്കിൽ നമ്മളെ പല ആൾക്കാരും സോഷ്യൽ മീഡിയ ഹലോ കേൾക്കുന്നില്ലേ?
ഓക്കെ. അപ്പൊ നമ്മള് ഓൺലൈൻ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ നമ്മള് അവർ ചിലപ്പോൾ നല്ല ഒരു കാരണം കൊണ്ടായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വന്നത്. പക്ഷെ അതുപോലെ തന്നെ നമ്മളെ ഇപ്പോ എനിക്ക് തോന്നുന്നത് 90% ആൾക്കാർ നമ്മളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയില്ല, അവരുടെ സിറ്റുവേഷൻസ് നമുക്ക് അറിയില്ല. അവർ നമ്മളെ നല്ല സൈഡ് മാത്രമേ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുള്ളൂ. അത് നമുക്ക് കാണുന്നില്ല. ജസ്റ്റ് ഒരു ഓൺലൈൻ വഴി പരിചയപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പൊ ഇത്തരം കേസുകളിൽ നമുക്കിപ്പോ സോഷ്യൽ മീഡിയ വളരെ കൂടുതലാണ്. ഇപ്പൊ പല ആൾക്കാരും ഈ പണം ആയിട്ട് പോയി, പിന്നെ പല ആൾക്കാരുടെ രാജ്യത്ത് നിന്ന് വേറെ ഇങ്ങോട്ടേക്ക് കാണാൻ വന്നു. ഇതൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ടാണെന്നാണ് പറയാനുള്ളത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാല് നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് അവരെ പണം ഉണ്ടാക്കുന്നതിലൂടെ അവർക്ക് പല അവരുടെ ബോഡി നന്നായിട്ട് ബോഡി ഷേപ്പ് ചെയ്യാനും നമ്മുടെ ഒരു ബോഡി നന്നായിട്ട് നോക്കുകയും ചെയ്യും. അവർ നന്നായി വെൽ ഡ്രസ്ഡ് ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ നമ്മൾ ഡെയിലി ഈ റീൽസും ഓരോരുത്തരുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക, അവർക്ക് നല്ല ഹാപ്പി ആയിട്ട് നല്ല വെൽ സെറ്റപ്പില് എല്ലാവരും നല്ലൊരു ലൈഫായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ നമ്മളോട് തന്നെ നമ്മളൊരു എന്താ പറയാ, നമ്മളോട് തന്നെ കുറ്റപ്പെടുത്തും. നമുക്കിതിന് പറ്റുന്നില്ലല്ലോ, ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നതാണ്. ഇതിന് ഒരു മെയിൻ എനിക്ക് തോന്നുന്നൊരു മെന്റലി നമ്മളെ വളരെ തളർത്തുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ. പിന്നെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ കുറയും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്നെങ്കിൽ ഫോണ്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കഴിക്കുന്ന സമയത്ത് പോലും അവർ ഫാമിലിയിലെ ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കില്ല, ഓരോരുത്തരുടെ ഫോണും കൊണ്ട് ചോറ് കഴിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം കൂടുതൽ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരു കുടുംബത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വന്നെന്നാണ് ഇപ്പോഴത്തെ സമൂഹത്തില് കൂടുതൽ കാണാൻ പറ്റുന്നത്. ഇതിൽ നമ്മൾ വെറുതെ ഒരുപാട് സമയം പോക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കൊരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും നമ്മളെ ഗൂഗിള്, യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ കാണുന്നതായിരിക്കും. അപ്പൊ കാണുന്നതായിരിക്കും ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ മതി. അത് നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റിന് വേണ്ടി നോക്കുന്ന സമയത്ത് മണിക്കൂറുകളോളം ഇതിന് മുമ്പിൽ ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമയം ഇതിനു വേണ്ടി കളയുന്നുണ്ട്. അതൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി ഉണ്ടാകുന്ന ഒരു ഇതാണ്. പലരും അതിൻ്റെ ഇടയ്ക്ക് റീൽസ് കാണാനും വ്ലോഗ്സ് കാണാനും ഒക്കെ ആയിട്ട് ഒരുപാട് സമയം ഇതിന്റെ ഇതുമായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മള് ഫേക്ക് ന്യൂസസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ സോഷ്യൽ മീഡിയന്റെ ഒരു മോശം കാര്യമായിട്ട് പറയുന്നത്. നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഫേക്ക് ന്യൂസസ് വഴി പുറത്തു വരുന്നത്. ഫേക്ക് ന്യൂസസ് ഇപ്പം പലതും കേൾക്കുന്നുണ്ട്. നമ്മളെ പ്രധാനപ്പെട്ട ഒരു വ്യക്തികൾ മരിച്ചു, അല്ലെങ്കിൽ ഇന്ന് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഇതൊക്കെ ഫേക്ക് ന്യൂസസ് ആണ്. അവരെ ഐഡന്റിറ്റി അവര് പുറത്തു വിട്ടില്ല. പക്ഷെങ്കിൽ ഇങ്ങനത്തെ തെറ്റായ വാർത്തകൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഈ ഫേക്ക് ന്യൂസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മൾ എത്ര തന്നെ സേഫ് ആൻഡ് സെക്യൂർ ആണെന്ന് പറഞ്ഞാലും നമ്മളെ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഒരിക്കലും സേഫ് ആയിരിക്കില്ല. 100% ഒരിക്കലും നമ്മൾ സെക്യൂർ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഒരുപാട് പ്രൈവസി ലോസ് ഉണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇതൊക്കെ വേറൊരാളെ കയ്യിൽ എപ്പോഴും സേഫ് ആയിരിക്കും. പ്രൈവസി ലോസ് ആണ്. ഒരിക്കലും 100% ഇത് ഓക്കെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവര് എന്തായാലും 100% സെക്യൂർ ആൻഡ് സേഫ് അല്ല എന്നാണ് എൻ്റെ ഒരു എന്താ പറയാ എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. അപ്പൊ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഷോക്കേസ് ചെയ്യുന്നത് അവരുടെ ഹാപ്പിനെസ് ആയിരിക്കും. ഹാപ്പിനെസ് എന്ന് വെച്ചാൽ അവര് ഹാപ്പി ആയിരിക്കുന്ന സമയമായിരിക്കും ഏറ്റവും കൂടുതൽ അവര് നമ്മുടെ യൂട്യൂബിലും വ്ലോഗ്സിലും റീൽസിലും ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ അറിയായിരിക്കും കൂടുതൽ ആൾക്കാരും വ്ലോഗ് ചെയ്യുന്നത് അവര് ട്രിപ്പ് പോയ കാര്യങ്ങള്, പിന്നെ അവര് ഡെയിലി ലൈഫ് നമുക്കിപ്പോ കാണാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാന്ന്,
ഫുഡ് കഴിക്കുന്ന, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി വരെ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ, ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള അവരുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കും അവർ ഏറ്റവും കൂടുതൽ തുറന്ന് കാണിക്കുന്നത്. അപ്പൊ സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ പലരും കാണിക്കാറില്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ ഓരോരോ വ്യക്തികളെ സഹായിക്കുന്നുണ്ടാവും. ഇപ്പോ വീടില്ലാത്ത ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ഇതിങ്ങനെ അങ്ങനെ സഹായിക്കുന്നെങ്കിൽ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. നമുക്ക് ഒരാളെ സഹായിക്കുന്നുണ്ടത് ഉള്ളത് നമ്മളിങ്ങനെ എല്ലാവരെയും അറിയിക്കേണ്ട കാര്യമുണ്ട്. അപ്പോ എല്ലാവരും ഹാപ്പിനെസ് എല്ലാരെയും നമ്മൾ അറിയണം, നമ്മളിങ്ങനെ ഫേമസ് ആവണം എന്നുള്ള ലക്ഷ്യമാണ്. എല്ലാവരും നമ്മള് ഫേമസ് ആയിട്ടിരിക്കണം. ഒരാൾ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ചിരി മതി ഫേമസ് ആവാൻ ഇപ്പോഴത്തെ കാലത്ത്. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഓരോ റീൽസ് നോക്കിയാലേ ഒരു തുമ്മിയാല് വരെ ഫേമസ് ആവുന്ന കാലാണ് ഇപ്പോ. 1 മില്യൺ 2 മില്യൺ 3 മില്യൺ ഒക്കെ അടിക്കുന്ന കാലാണ്. അപ്പൊ എല്ലാരും ഇത്തരത്തിലുള്ള നമ്മുടെ ലൈഫിന്റെ ഗോൾസ് ഒന്നല്ല, സോഷ്യൽ മീഡിയയിൽ ഫുൾ ടൈം എൻഗേജ്ഡ് ആവുക, ഇത്തരങ്ങള് കാര്യങ്ങള്. അതുകൊണ്ട് നല്ല വശങ്ങളും ഉണ്ട്, നല്ല വശങ്ങൾ, ഓരോരുത്തരെ കഴിവുകൾ ഓരോരുത്തരെ കഴിവുകൾ പുറത്തെടുക്കാന്നുണ്ടെന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള ഈ വെറുതെ ഫേമസ് ആവുക അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ടിക്ടോക്ക് പോലുള്ള അതിലൂടെ ഒക്കെ ഓരോരുത്തരെ കഴിവ് ഡാൻസ് ഒക്കെ റീൽസ് ചെയ്യുമ്പോ ഓരോരുത്തരെ കഴിവ്. അതെ അത്തരത്തിലൂടെ വരുമാനം നേടുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. ഡാൻസ് ചെയ്യുന്ന ആൾക്കാരും പാട്ട് പാടുന്ന ആൾക്കാരും വ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അവരുടെ കഴിവ്, അതാണ് ഞാൻ പറഞ്ഞത്, ഇമോഷൻസും കഴിവും എല്ലാവരുമായിട്ട് കാണിച്ചിട്ട് അവര് ജീവിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ ഇന്ന് രാവിലെ എണീറ്റു, രാത്രി വല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതാ പറഞ്ഞത്, നമ്മുടെ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നതിലൂടെയാണ് നമുക്ക് ഒരുപാട് എന്ന് വെച്ചാൽ സർഗാത്മകമായ കഴിവുകൾ നഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയും. കാരണം നമ്മളിപ്പോ പണ്ടുള്ള കാലത്ത് നമ്മള് എന്തെങ്കിലും ഒരു വിവരം നമുക്ക് അറിയണമെങ്കിൽ ലൈബ്രറിയിൽ പോയിട്ട് നോട്ട് ചെയ്യായിരിക്കും. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മുതിർന്ന ആൾക്കാരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ പേപ്പർ വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കും. അത്തരം കാര്യങ്ങളായിരുന്നു നമുക്ക് വായന, എഴുത്ത്, അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോ കുറവാന്ന് തന്നെ പറയാം. ഓൺലൈൻ റീഡിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും എന്ന് വെച്ചിട്ട് നമ്മള് വായന ഒക്കെ ഇപ്പൊ വളരെ കുറവാണ്. കുട്ടികളും അങ്ങനെയാണ്. ഇപ്പൊ ജസ്റ്റ് എന്തെങ്കിലും, ഈവൻ ഞാൻ പോലും ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിക്ഷണറി എന്റെ വീട്ടിലുണ്ട്, പക്ഷെ ഞാൻ ഡിക്ഷണറി യൂസ് ചെയ്യാറില്ല. അപ്പൊ തന്നെ ഫോണില് ഗൂഗിളുണ്ട്, ജസ്റ്റ് ഒരു ടച്ച് വേണ്ടു. നമുക്ക് ആവശ്യപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിള് അത്തരത്തിലുള്ള ആപ്സുകൾ നമുക്ക് തരും. അപ്പൊ ഇതിലൂടെ നമുക്ക് വായനാശീലം ഇപ്പോഴത്തെ കുട്ടികൾക്ക്, കുറെ കുട്ടികൾക്ക് അല്ലെ വായനാശീലം ഒട്ടും തന്നെ ഇല്ല. അതൊക്കെ ഈ സോഷ്യൽ മീഡിയന്റെ ഒരു ഇമ്പാക്ട് കൊണ്ടാണെന്നാണ് ഇത് പറയുന്നത്. അപ്പോ നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മളെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള തിങ്കിങ് കുറയും. നമ്മളെ ക്രിയേറ്റീവായിട്ട് പല ആൾക്കാരും റീൽസുകളിൽ പല അവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ചിട്ട് വാൾ പെയിന്റിങ്സ് അങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതും അതും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെങ്കില് പണ്ടത്തെ പോലത്തെ ഒരു കഴിവുകൾ ഇപ്പൊ കുട്ടികളിലേക്ക് അങ്ങനെ കാണുന്നില്ല. വായനകളും സംഭവങ്ങളൊക്കെ കുറഞ്ഞു. ഇപ്പൊ ഫുൾ എന്തുണ്ടെങ്കിലും നമ്മുടെ ഫോണില് സെർച്ച് ചെയ്യുന്ന പോലെ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഹലോ. അപ്പൊ നമുക്ക് പിന്നെ വേറൊരു കാര്യം, നമുക്കുണ്ടാവുന്ന സങ്കടങ്ങൾ, നമ്മളെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമ്മൾ വാട്സപ്പില് സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു കാഴ്ച ഇപ്പൊ എല്ലാവരും കാണും. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തികളാണെങ്കിൽ അവർക്കൊരു രണ്ടാളും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, രണ്ടാളും നമ്മൾ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നമായിരിക്കും. പക്ഷെങ്കിൽ ഇത് ഇയാളോട് പറയില്ല. അപ്പൊ ഒരു ഈഗോ വർക്കൗട്ട് ആയിട്ട് അവര് സ്റ്റാറ്റസ് ഇടും. ഇങ്ങനെയാന്ന് ഓരോരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇടും. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രസ്ട്രേഷൻസും നമ്മുടെ ഇമോഷൻസും ഒക്കെ നമ്മൾ സ്റ്റാറ്റസുകളാക്കിയിട്ട് എല്ലാരെയും കാണിക്കുന്നതാണ്. അവർക്ക് എന്തെങ്കിലും ഒരു കിട്ടുന്നുണ്ടാവും, അതായിരിക്കും അവരങ്ങനെ ഇടുന്നത്. അത് അയാൾ ഒരു പ്രശ്നമാണെങ്കിൽ രണ്ടാളും തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണ്. സംസാരിച്ച് തീർക്കുക. അത് സ്റ്റാറ്റസുകളാക്കിയിട്ട് ഇട്ട്
എന്താ പറയുക, നമ്മുടെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമ്മൾ ഇതിലേക്ക് വാട്സപ്പ് സ്റ്റാറ്റസുകളിലേക്കും സ്റ്റോറികളിലേക്കും ഒക്കെ മാറ്റുന്നെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയുന്നത് ഓൺലൈൻ റിവ്യൂസ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പം കണ്ടു ഓൺലൈൻ റിവ്യൂസ് അല്ലെങ്കിൽ റിവ്യൂ ബോംബിങ് എന്നൊക്കെ പറയാം. നമുക്ക് ഇപ്പോ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ എമ്പുരാൻ എന്ന സിനിമ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സിനിമയാണ്. അപ്പൊ അത് അവര് കണ്ടു ഇപ്പൊ ഉണ്ടാവും മീഡിയാസ് എങ്ങനെയാണ് ഇതിന്റെ റെസ്പോൺസ്, ഇറങ്ങി വരുമ്പോ തന്നെ അവരുടെ റെസ്പോൺസ് ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവര് ജസ്റ്റ് ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവര് കഥ പോലെ അതിന്റെ ഫുൾ കഥ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു തരും ഇവര്. ഇങ്ങനെ എന്താ ഹലോ ഒന്ന് മൈക്ക് കൂട്ടിയോ. അപ്പൊ ഇതാണ് സിനിമ റിവ്യൂസ്. നമ്മളെ ഓൺലൈൻ എല്ലാവരും ഇങ്ങനെ ചോദിക്കും എന്താണ് സിനിമേന്റെ കംപ്ലീറ്റ് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി. ഇപ്പൊ അത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയ വഴി കാണുമ്പോൾ ആ ഒരു സിനിമ നമുക്ക് കാണാനുള്ള പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, നമ്മളെ പൈസ പോവോ എന്നൊരു രീതിയിലായിരിക്കും നമ്മള് അത് ഓൺലൈൻ. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വലിയൊരു പങ്ക് കഴിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഈ ഓൺലൈൻ നമ്മുടെ നിർമ്മാതാക്കൾ എത്രയും കഷ്ടപ്പെട്ടിട്ട് നിർമ്മിക്കുന്ന പടങ്ങളായിരിക്കും. അപ്പൊ അത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകള് നശിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഒരു ഇത് വെച്ചാല് അത്രയും അവര് പൈസ ചെലവാക്കി അല്ല ആക്ടേഴ്സ് കഷ്ടപ്പെട്ടിട്ട് അവര് ഒരുപാട് വർഷങ്ങളിലെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കും അവര് ഒരു സിനിമ നിർമ്മിച്ചെടുക്കുന്നത്, തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. അത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊന്നും വേണ്ട, അതിന്റെ ഉള്ളിൽ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പുകളിലായിട്ട് കിട്ടും. അപ്പൊ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ കിട്ടുന്നത് ശരിക്കും ഒരു മോശമാണ്. അപ്പൊ നമുക്ക് അവരുടെ ഇത്രയും എഫേർട്ട് നമ്മൾ ജസ്റ്റ് 600-700 MB വെച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഫോണിലേക്ക് കിട്ടും. അപ്പൊ അത് എല്ലാവരും മോശമാണ് ചെയ്യുന്നത്. ഇപ്പൊ റിവ്യൂ നോക്കിയിട്ടല്ലേ കൂടുതൽ ആൾക്കാരും തിയേറ്ററിലേക്ക് റിവ്യൂ പറയണ്ടെന്നല്ല പറയുന്നത്. ജസ്റ്റ് നമുക്ക് ചില ആൾക്കാർ റിവ്യൂ പറയുന്നത് കേട്ടാൽ നമുക്ക് ആ സിനിമ നമ്മൾ കാണണ്ടെന്ന് വിചാരിച്ചാണെങ്കിൽ നമ്മൾ കണ്ടുപോകും. അപ്പൊ ചില ആൾക്കാർ വളരെ മോശമായിട്ട് എന്തൊക്കെയാ ഫസ്റ്റ് ഡേ തന്നെ ഇവര് വന്നിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ടാവുക, അങ്ങനെ ഇങ്ങനെ അവര് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ചാല് ഓരോരോ സിനിമ അറിഞ്ഞാല് റിവ്യൂ നോക്കിയിട്ടല്ലേ ഓരോരുത്തരും പോകും. അതെ അപ്പൊ റിവ്യൂ മോശമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. റിവ്യൂ നമ്മള് പറയുമ്പോ അതിൻ്റെതായിട്ടുള്ള ഓരോരുത്തർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെങ്കില് പറയുമ്പോ എനിക്ക് തോന്നുന്നു നമ്മള് കണ്ടന്റ് നമ്മളെ കഥയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്രയും മോശപ്പെട്ട രീതിയിൽ പറയണ്ട എന്നുള്ള രീതിയിലാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സോഷ്യൽ മീഡിയ പല ലഹരികളും പിന്നെ അതുപോലെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ചെറിയ കുട്ടികള്, ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്നല്ല, ഇപ്പൊ 2K കിഡ്സ് എന്ന് പറയുന്ന കുട്ടികള് അപ്പൊ ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കും. ഇപ്പൊ കഴിഞ്ഞ ഒരു ഷഹബാസിന്റെ കേസ് ഉണ്ടില്ലേ, അവരൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് അവനെ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഒക്കെ ഇട്ടത്. അപ്പൊ ഒരു സോഷ്യൽ മീഡിയ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവനെ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയത് ഈ സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പൊ കുട്ടികൾ എത്രത്തോളം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ അവർ ഓരോരുത്തർ ചെയ്യുന്ന റീൽസിനും ഈ ഒരു സിനിമയ്ക്കും ആ ഒരു ആക്ഷൻ സീൻസിനും എത്രത്തോളം അവർ അഡിക്റ്റഡ് ആണ്, അല്ല അവർ എത്രത്തോളം ഇമിറ്റേറ്റഡ് ആണെന്ന് ഇത്തരം കേസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗെയിംസ്, ഓൺലൈൻ ആയിട്ടുള്ള ഗെയിംസ്, അതുപോലെ കുറെ ആൾക്കാർ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ ഒരുപാട് ആൾക്കാര് ഇതുപോലെ തന്നെ ഓൺലൈൻ ഗെയിംസ് ആയിട്ട് കുറെ പണം പോകുന്ന കേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗെയിം അഡിക്ഷൻ കൊണ്ട് പല ആൾക്കാരും സൂയിസൈഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഫോൺ ഉപയോഗത്തിന്റെ നമ്മള് നല്ല രീതിക്ക് ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നമായിട്ടാണ് ഇത് കാണുന്നത്. ഫോണിനെ കൊണ്ട് ഒരുപാട് നല്ല വശമുണ്ട്, അതേപോലെ തന്നെ മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്.
അത് നമ്മളിപ്പോ നമ്മൾ തീരെ ഒട്ടും സെർച്ച് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പം പറയാൻ പറ്റുന്നത്. പല ആളുകളും പണ്ടുള്ള ആളുകൾ ലൈബ്രറിയിൽ അക്കൗണ്ടുകൾ എടുത്ത് അവര് ബുക്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് പണ്ടുള്ള ആയത്ത് എന്റെ ഏച്ചി അതിന്റെ ഒക്കെ മുമ്പ് സ്കൂളൊന്നും പറഞ്ഞുതരൂ, ഗൂഗിൾ പറഞ്ഞുതരൂ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോ നമ്മുടെ ക്ലാസ്സിന്ന് ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സിനേക്കാൾ കൂടുതൽ നമുക്ക് യൂട്യൂബ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. പല ആളുകളും അതാണ് എല്ലാ ക്ലാസ്സും യൂട്യൂബില് അപ്ലോഡ് ചെയ്യുന്നു. ചെറിയ ക്ലാസ് നോട്ട് വരെ ഉണ്ട്. അതെ അതിൻ്റെതായ നല്ല വശങ്ങളും ഉണ്ട്, അതിൻ്റെതായ മോശം വശങ്ങളുണ്ട്. പണ്ടൊക്കെ നമ്മൾ എഴുതി പഠിക്കുന്ന രീതിയായിരുന്നു കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അതില്ല. ഇപ്പൊ ജസ്റ്റ് ഓൺലൈൻ ക്ലാസ് കണ്ടിട്ട് അത് അങ്ങനെ തന്നെ എക്സാമിന് പോകും. അങ്ങനെ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളൊക്കെ അങ്ങനല്ലേ? ഞങ്ങൾക്ക് മലയാളം. അപ്പൊ അതുപോലെ തന്നെ പിന്നെ സോഷ്യൽ മീഡിയ കാരണം നമുക്ക് ഓരോ ചൂഷണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ സാമ്പത്തികമായിട്ടും നമ്മളെ ലൈംഗിക ചൂഷണങ്ങൾ. നമുക്കിപ്പോ ഒരു നമ്മളെ അറിയാത്തൊരു വ്യക്തിയായിട്ട് നമ്മള് കമ്പനി ആവുമ്പോ അയാളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ മനസ്സിലാക്കാണ്ട് അയാള് പറയുന്നത് പോലെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കും. അപ്പൊ അയാൾക്ക് വേണ്ട പണം അയച്ചു കൊടുക്കാനും പിന്നെ ന്യൂഡ് ഫോട്ടോസ് ഒക്കെ അയച്ചിട്ട് അത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും ഇത്തരം കാര്യങ്ങളിലേക്കും പോകുന്നത് സോഷ്യൽ മീഡിയ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ സൈബർ ക്രൈംസിന് വിധേയമാകുന്ന ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കുട്ടികളാണ്. കുട്ടികളാണ്. ഇപ്പൊ നമ്മള് കുട്ടികളിലെ നഗ്ന ചിത്രങ്ങൾ പകർത്തിയിട്ട് ഗ്രൂപ്പുകളില് ഇപ്പൊ ടെലിഗ്രാം പോലത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ഗ്രൂപ്പുകളിൽ നമുക്ക് ഷെയർ ചെയ്തിട്ട് അങ്ങനെ കാണുന്ന പല കേസസും ഇപ്പൊ റിപ്പോർട്ടറാണ്. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് പല ആളുകൾക്കും നമുക്ക് അത്രയ്ക്ക് അങ്ങ് അറിയുണ്ടാവില്ല. കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് അത്രയൊന്നും അറിവുണ്ടാവില്ല. അപ്പൊ അവരിപ്പോ OTP ഒക്കെ ചോദിച്ച് പണം അതെ ബാങ്ക് അക്കൗണ്ട് വെച്ച് കണക്ട് പണം പോകുന്നതൊക്കെ ഇതിന്റെ ഒരു ഇമ്പാക്ട് അറിയാത്തൊരു പ്രശ്നം ഉണ്ടായത്. ഇപ്പൊ നമുക്കിപ്പോ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നൊക്കെ ഇപ്പൊ ട്വിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാം. ഇപ്പൊ നമ്മൾ AI-ന്റെ യുഗത്തിലാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മള് ഇല്ലാത്ത ആളുകളെ നമുക്ക് സൃഷ്ടിക്കാം അല്ലെ? അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും AI-നോട് ചോദിച്ചാൽ അത് പറഞ്ഞു. അതെ അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ നമ്മൾ പല ആൾക്കാർക്കും അറിയില്ലായിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആദിവാസി ഗോത്ര വിഭാഗത്തിലെ ആൾക്കാർക്ക് പിന്നെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പല പ്രായമായ ആൾക്കാർക്ക് ഇത് കേട്ടാൽ ഇപ്പൊ നമുക്കിപ്പോ മനസ്സിലാവില്ല. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഡിവിഷൻ ഉണ്ടാവും. ഈ സോഷ്യൽ മീഡിയ അറിയുന്നവരും ഈ സോഷ്യൽ മീഡിയ അറിയാത്തവരുമായിട്ടുള്ള രണ്ട് ഡിവിഷൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോഴും ഉണ്ട്, ഇതൊക്കെ അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ പല ആൾക്കാരും രാഷ്ട്രീയ പാർട്ടിയുടെ പേരില് പല വാക്പോരുകൾ സോഷ്യൽ മീഡിയ വഴി, ഇതൊന്നും അവർക്ക് നേരിട്ട് പറയാനുള്ള ഒരു ഇതുണ്ടാവില്ല. അവരെന്താ പറയാ, കമന്റ്സുകൾ വഴി അല്ലെ? നമുക്ക് ചില കമന്റ്സുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ആദ്യം കമന്റ്. അതെ ഒരു വീഡിയോ കണ്ടാലുണ്ടാവും ആ കമന്റ് നോക്കാം. എല്ലാവർക്കും അതാണ് മെയിൻ. ഇപ്പൊ ഫുഡ് കഴിച്ചില്ലെങ്കിലും നമ്മൾ റീൽസ് കണ്ടിട്ട് കമന്റ് ചെയ്താൽ. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ ഭക്ഷണം കൊടുക്കുമ്പോ ഫോണ് വെച്ചിട്ടാണ്. പണ്ടൊക്കെ പിന്നെ ഇറങ്ങിയിട്ട് ഇപ്പൊ ഫോണ് മതി. ഒരിക്കറിയാം, നമ്മളെക്കാളും കൂടുതൽ അറിയാം എന്തെടുക്കണം എന്താക്കണം. ഫോണിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് ഒരിക്കലും. അതെ, യൂട്യൂബിലെ അപ്പൊ യൂട്യൂബിലെ പല വീഡിയോസും കാർട്ടൂൺസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വണ്ടികളുടെ, ഇപ്പം ബോയ്സിനൊക്കെ കൂടുതൽ വണ്ടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പൊ അതൊക്കെ കണ്ട് നമുക്ക് കഴിക്കുന്നുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. എല്ലാം ഫുള്ള് മൊത്തമായിട്ട് കഴിക്കും. അതായത് അഡിക്റ്റ് ആണ്. ഫോണിന്റെ മെയിൻ ആയിട്ടുള്ള അഡിക്ഷൻ ആണ്. മെയിൻ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ അച്ഛൻ അടിച്ചു കൊല്ല, അമ്മേനെ അടിച്ചു കൊല്ല, അങ്ങനത്തെ ഒരുപാട് ഓൺലൈൻ ഗെയിംസിന് പണമില്ലാത്ത അമ്മേനെ ആക്രമിക്കുന്ന കേസും അതൊക്കെ ഇപ്പോ നമ്മുടെ കാലത്ത്, നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ വളരെയധികം കേട്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് ഇത്ര ആണ്. നമ്മൾ ഇതുപോലെ കുറെ ഫാക്ട്സ് ഉണ്ട് നമ്മള്
സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ നല്ല വശങ്ങളുണ്ട്. നമ്മള് നമുക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങളെല്ലാം ഈ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളെ മീഷോ, ഫ്ലിപ്കാർട്ട് പോലുള്ള പുറത്ത് പോകണ്ട പക്ഷെങ്കിൽ വീട്ടിൽ കൊണ്ടുത്തരുന്നുള്ള ഒരു ഇതെല്ലാം ഇപ്പൊ ഉണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടില്ലേനാ ചികിത്സാ സഹായം ഒരാൾക്ക് സുഖയില്ലാണ്ടാകുമ്പോ നമ്മള് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുമ്പോ ഒരിക്കൽ അക്കൗണ്ട് നമ്പർ അയക്കുമ്പോ അതിലേക്ക് പൈസ വരുമ്പോ ഒരുപാട് എന്താ പറയണ്ട സഹായിക്കും. ജസ്റ്റ് വലിയ കോടിക്കണക്കിന് രൂപയാണെങ്കിലും ജസ്റ്റ് ഒരു 5-6 ദിവസം കൊണ്ട് എല്ലാവരും നിന്ന് അതെല്ലാം നല്ലൊരു ഗുണമാണ്. ഒരാളെ ജീവൻ തന്നെ മാറ്റി മറിക്കാൻ ഇതിനൊക്കെ പറ്റും. പക്ഷെങ്കിൽ നമ്മള് ഉപയോഗിക്കുമ്പോ അപ്പൊ നമ്മളെ മൈൻഡിലാണ് നമ്മളെ ഇത്. നമുക്കറിയാം ഒരു കൺട്രോള് നമുക്ക് വേണം. നമ്മൾ ഇങ്ങനെ എന്ത് യൂസ് ചെയ്യുമ്പോൾ അതിപ്പോ നമ്മുടെ സൊസൈറ്റി അമിതാവരുത്. നമ്മളൊരു കൺട്രോള് വേണം ഇത് യൂസ് ചെയ്യാൻ. നമ്മുടെ സ്ക്രീൻ സ്പേസ് നമ്മൾ കുറച്ചാല് നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. നമ്മൾ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്താല് ഈ ഗെയിംസ്, റീൽസ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചാല്, കൃത്യസമയത്ത് ഉറങ്ങിയാല് ഒരുപാട് നല്ല നമുക്കില്ലേ ഡെയിലി ലൈഫ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ, അസുഖങ്ങൾ ധാരാളം ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം കാരണം ഒരുപാട് റേഡിയേഷൻ, കണ്ണിന് തന്നെ മെയിൻ കംപ്ലൈന്റ് കണ്ണിന് കാഴ്ച മങ്ങൽ. അതുപോലെ ചെറിയ കുട്ടികളുടെ അതെ കണ്ണടയൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഉള്ളത്. മോശമാണെന്നല്ല, ഉപയോഗിക്കുന്ന രീതിയിൽ പോലെ. ഇപ്പൊ ഇത് യൂത്തിന് നമുക്ക് പല ആൾക്കാരും അവരുടെ എഡ്യൂക്കേഷൻ, അത് ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവര് ആ ഗോളിലേക്കുള്ള മാർഗങ്ങള് ഈ സോഷ്യൽ മീഡിയ വഴി എങ്ങനെ എത്താം, അല്ലെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് കൂടുതൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ സോഷ്യൽ മീഡിയ വഴി എന്തൊക്കെ നമുക്കൊരു ഗുണങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് അത്തരം അറിവുള്ള അത് കൂടുതലായിട്ട് അറിയാവുന്ന ആൾക്കാരില്ല, അവരുമായിട്ട് കൂടുതലായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ പറ്റും. അതാണ് അവരുടെ ലൈഫ് സെറ്റ് ചെയ്യുന്ന ഗോൾസിന് വേണ്ടിയിട്ട് അവര് വർക്ക് ചെയ്യും അല്ലെ, സോഷ്യൽ മീഡിയ വഴിയിട്ട്. അതാണ് ഇതിന്റെ ഒരു നല്ലൊരു നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള വേർഡിൽ നിന്ന് മാറി നിൽക്കുക, നമ്മള് റിയൽ ലൈഫിൽ നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആവുക. പിന്നെ എല്ലാവരുമായിട്ട് സംസാരിക്കുക, വ്യക്തികളൊക്കെ ആയിട്ട് സംസാരിക്കുക. ഇപ്പം കുട്ടികൾ കൂടുതൽ ഫോണിൽ അഡിക്റ്റ് ആയി വെക്കുമ്പോൾ ചുറ്റുപാടുകളൊന്നും അറിയാൻ പറ്റുന്നില്ല. അതെ അപ്പുറത്തെ വീട്ടിൽ എന്നാ നടക്കുന്നത്, അപ്പുറത്താരാ താമസിക്കുന്നത് പോലും കുറെ ആൾക്ക് മനസ്സിലാവും. അതെ എല്ലാവരും ഈ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ നമ്മള് ചില ഫോൺ യൂസ് ചെയ്യുന്ന തന്നെ ഓരോ ഇതുണ്ട്, നമ്മള് പൊസിഷൻ ഉണ്ട്. നമ്മളെ ഇങ്ങനെ കിടന്നും ഇരുന്നും ഒരുപാട് മണിക്കൂറുകൾ ഇരിക്കുമ്പോ ഈ കഴുത്തിന് ബാക്ക് പെയിന്, നെക്ക് പെയിന്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പൊ യൂസ് ചെയ്യേണ്ടെന്നല്ല, പക്ഷെങ്കിൽ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ശരിയും തെറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിനെ പറ്റിയില്ല ഒരു കുഴപ്പമില്ല അല്ലെ. ഇല്ല, നമുക്ക് നമ്മൾ ചെയ്യുന്ന ശരിയാണ് അല്ലെ നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ സോഷ്യൽ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. നമ്മൾക്ക് നന്നായിട്ട് ഇതിപ്പോ യൂത്തിന് എത്രത്തോളം എഫക്ട് ചെയ്യുന്നതാണ് ഞാൻ ഇപ്പൊ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. അതെ പല ആൾക്കാരും ജോബിന് വേണ്ടിയിട്ട് ആൾക്കാർ പലതും റിസർച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ ഇതിൽ തന്നെയാണ്, സോഷ്യൽ മീഡിയ വഴിയാണ് അവർ ചെയ്യുന്നത്. അവരെ ഗോള് സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനും ഒക്കെ അവര് സോഷ്യൽ മീഡിയ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് മോശം രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട്. യൂത്ത് എന്ന് പറയുന്ന ആളുകൾ തന്നെ ആയിരിക്കുമല്ലോ ഫേക്ക് അക്കൗണ്ട് ഒക്കെ എടുത്തിട്ടും ചെയ്യുന്നത്. ഫേക്ക് അക്കൗണ്ടിന്റെ ഉള്ളിൽ ഒരു വ്യക്തി ഉണ്ടായിരിക്കുമല്ലോ എന്തായാലും. അപ്പൊ ഇതാണ് പറയുന്നത്, നല്ല രീതിക്ക് നമുക്ക് യൂസ് ചെയ്താല് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റും. ശരിയും തെറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ
സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് ഈ ജീവിതത്തില് സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് ഇപ്പൊ ഹലോ കേൾക്കാം. ഹലോ ഓക്കെ, അപ്പൊ അതാണ് സോഷ്യൽ മീഡിയയെ പറ്റി നല്ല വശങ്ങളും മോശം അവസ്ഥകളും. ഇപ്പൊ നമുക്ക് ഇപ്പൊ യൂത്തിന് ജീവിക്കാൻ അതെ പറ്റൂല. ജീവിക്കാൻ പറ്റില്ല. നമുക്കൊരു മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ഒരു ദിവസം നമുക്ക് തങ്ങി നിൽക്കാൻ പറ്റില്ല. രാവിലെ എണീക്കുന്നത് തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ മൊബൈൽ ഫോണ് അതെ വേണം. നമുക്ക് എല്ലാ കാര്യങ്ങളും ബാങ്കിങ് ചെയ്യുന്നത് എല്ലാം ഫോൺ പേ, ജിപേ ഇത്തരം കാര്യങ്ങളൊക്കെ ഫോണാണ്. ഫോണ് നമുക്ക് മാറ്റി നിർത്തിയിട്ട് ഇനിയുള്ള കാര്യം നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കൺട്രോള് പോലെ ഇരിക്കും. നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നമ്മൾ തളർത്തുന്ന രീതിയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതാണ് പറയേണ്ടത്. നമ്മളെ മെന്റൽ ഹെൽത്തിനെ നമുക്ക് തളർത്താൻ പാടില്ല. നമ്മൾ വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ലൈഫിൽ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ബാക്കിയുള്ളവർ മുന്നിൽ കാണിക്കുക. ഇത് നമ്മൾ വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മളെ കൂടുതൽ അല്ലെ അത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. നമ്മളെ ലൈഫായിട്ട് മുന്നോട്ട് പോവുക, ഇമിറ്റേറ്റ് ചെയ്യാതെ നമുക്ക് നമ്മളായിട്ട് തന്നെ നിൽക്കാൻ പറ്റുക. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ നമുക്ക് ഇപ്പൊ ഒരാള് ഫേമസ് ആയി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നൊരു വ്യക്തി നമുക്കിപ്പോ നമ്മളിപ്പോ പറയും പിന്നെ അയാള് നല്ലൊരാളായിരുന്നു, കുറെ കാലം ജീവിക്കാൻ. അതെ. അതുപോലെ തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്താല് കൂടുതൽ ആൾക്കാരും പറയും അയാളെ കൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ സഹായങ്ങൾ ഉണ്ടായി, അയാൾ വന്നതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി. പക്ഷെ മരിച്ചു കഴിഞ്ഞാലാണ് എല്ലാവരും നല്ലത് പറയും അല്ലെ. എത്ര ദുഷ്ടനായിരുന്നാലും മരിച്ചു കഴിഞ്ഞാൽ അവര് നല്ലത് പറയുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എല്ലാവർക്കും ഒരു ഇതാവുക, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരുമായിട്ടും നല്ലൊരിത് കീപ്പ് ചെയ്തിട്ട് പോവാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളെ ചെറിയ അറിവ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കാം. ഹലോ. പറഞ്ഞ കാര്യത്തിൽ വ്യക്തത കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നേരത്തെ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കമന്റുകളൊക്കെ പറയുന്നുണ്ടെന്നുള്ളത്. അത്തരം കമന്റുകൾ പറയുന്നതുകൊണ്ട് പിന്നെ ഗുണങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ മുഖ്യധാര മീഡിയകൾ മൂടിവെക്കുന്ന പല വാർത്തകളും പുറത്തേക്ക് വരുന്നുള്ളത് സോഷ്യൽ മീഡിയ വഴിയാണ്. അതെ, അങ്ങനത്തെ ഗുണം കൂടിയുണ്ട്. അതും കൂടി നിങ്ങൾ പറയേണ്ടിയിരുന്നു. ഓക്കെ. അതാണ് ഇവര് ഞാൻ പറഞ്ഞത് കമന്റുകൾ വഴി അതാണ് ഞാൻ പറയുന്നത്. അവര് ഓരോരുത്തരുടെ രാഷ്ട്രീയ പാർട്ടീനെ പറ്റിയിട്ട് ഇങ്ങനെ പറയും. അപ്പൊ അതിന്റെ കുറെ ബാഡ് ആയിട്ടുള്ള കമന്റ്സുകൾ ഉണ്ടാവും. നല്ല കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. ഇവർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് ചെയ്യുന്നുണ്ട്, അവർ ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നല്ല കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലെ അത് കാരണം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഉദ്ദേശിച്ചത്. അതെ, സോഷ്യൽ മീഡിയയിൽ നല്ല കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഒരു സെൻസർ ബോർഡ് സെൻസർ ചെയ്ത ഒരു മൂവിയെ പോലും പബ്ലിക് തിരുത്തുന്നുണ്ടെങ്കിൽ അത് അവിടെ സോഷ്യൽ മീഡിയയുടെ ഇടപെടലാണ്.
അപ്പം പിന്നെ പല കാര്യങ്ങളും മാറ്റാൻ പറ്റും എന്നുള്ളതാണ് സൊസൈറ്റിയിൽ മാറ്റാൻ പറ്റുന്നത്. അത് ഇപ്പോൾ മാറ്റിയത് അധികാരത്തിന്റെ പുറത്താണ്. എന്നാൽ പോലും പിന്നെ പല കാര്യങ്ങളും മുഖ്യധാര മീഡിയകൾ മറച്ചു വെച്ച പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്ട് കൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതെ അതെ, അതാണ് നിങ്ങളുടെ ഒരു എഫേർട്ടിനെ അപ്രിസിയേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ അവതരണത്തെ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, നമസ്കാരം. ഞാൻ ഒരു ചരിത്രാധ്യാപകനാണ്. ആദ്യം തന്നെ ഇതുപോലൊരു ചർച്ച മനോഹരമായിട്ട് അവതരിപ്പിച്ച അയനയെയും നന്ദന ജയകുമാറിനെ അഭിനന്ദിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിലിരുന്ന് നമ്മുടെ അനിയത്തിമാരിരുന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ രണ്ടുപേരും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. വലിയൊരു ക്ലാസ്സിലിരിക്കുന്ന ഒരു എഫക്റ്റോ അല്ലെങ്കിൽ വലിയൊരു ഭയങ്കര കുലങ്കഷമായിട്ടുള്ള ചർച്ചയ്ക്കൊന്നും നിന്നില്ല. അവർ രണ്ടുപേരും കൃത്യമായിട്ട് അവരുടെ ഏട്ടന്മാരോടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലിരുന്ന് എങ്ങനെ സംസാരിക്കുന്നോ ആ രീതിയിൽ തന്നെ ആ വിഷയം നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അയണ സംസാരിച്ച പോലെ തന്നെ പ്രാചീന കാലഘട്ടത്തിൽ എങ്ങനെയാണോ മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ആ രീതിയിൽ നിന്ന് തന്നെ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്ത് മനുഷ്യൻ ആംഗ്യഭാഷയിൽ നിന്ന് ഇന്ന് അവന്റെ സമൂഹത്തിൽ ഏത് രീതിയിൽ ഇടപെടണം എന്നതിനെ കുറിച്ചുള്ള മാക്സിമം ടെക്നോളജി യൂസ് ചെയ്ത് പോവാണ്. അപ്പൊ അതില് മനുഷ്യൻ എപ്പോഴും വികസനം മുന്നോട്ട് പോകുന്തോറും, അതായത് പരിക്കൻ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ സൂക്ഷ്മതയിലേക്ക് പോയി പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ പരമാവധി അവൻ ടെക്നോളജി ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ളവരായിരിക്കും പരമാവധി. അപ്പൊ ഇപ്പൊ ഞാനൊരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് നോട്ട് ഞാൻ തരട്ടെ, ക്ലാസ്സിൽ നല്ല രീതിയിൽ നോട്ട് പറഞ്ഞു തരാം എന്ന് പറയുമ്പോഴും ആ കുട്ടികൾ പറയും, മാഷ അത് വാട്സപ്പ് ഗ്രൂപ്പിലിട്ടേ, നമുക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, മാഷ അത് PDF ആക്കി ഗ്രൂപ്പിലിട്ടേ എന്നുള്ള രീതിയിൽ പറയുന്ന രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പൊ റെഗുലർ ക്ലാസ് റൂമിൽ ഒരു കുട്ടിക്ക് ഒരു 45 മിനിറ്റ് പോലും പിടിച്ചിരിക്കാൻ പറ്റാത്ത രീതിയിൽ അവന്റെ മൈൻഡ് സെറ്റ് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ളതിൽ വലിയൊരു സംവാദത്തിന്റെ രീതിയിൽ തന്നെ കാര്യങ്ങൾ, ഒരാള് പോസിറ്റീവ് പറഞ്ഞു, ഒരാള് നെഗറ്റീവ് പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഒക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന് പറയുന്ന പോലെ രണ്ടുപേരും പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്ത് അവരവരുടെ പോയിന്റ്സ് നല്ല രീതിയിൽ റേസ് ചെയ്തു അവതരിപ്പിച്ചു. അപ്പൊ ഇനിയും ഇതുപോലുള്ള ചർച്ചകളിൽ ഈ കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റട്ടെ. നല്ല രീതിയിൽ ഇവർ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഏതായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്ങും അല്ലെങ്കിൽ സൈബർ ക്രൈമും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോയിന്റ്സ് എല്ലാം പ്രധാനമായിട്ട് വന്നു. ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവിടെ പറയുകയുണ്ടായി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മുടെ സൈബർ സെല്ലിനും മറ്റും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇൻസ്റ്റഗ്രാമിന്റെ പോക്ക് വന്നത്. അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കുന്ന രീതിയിൽ സൈബർ സെല്ല് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇതുപോലെ തന്നെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, പുതിയ തലമുറയാണ്, മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് അവതരിപ്പിക്കാൻ പറ്റി. പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. നന്ദി. താങ്ക് യു സർ. ഇനി ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാം? അപ്പൊ ആർക്കൊന്നും പറയാനില്ലേ? അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. നമുക്ക് വൈകിട്ട് ഹലോ, കേൾക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെ നമുക്ക് എല്ലാം വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കൊന്നും പറയാനുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവർക്ക് അറിയുന്ന കാര്യം നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് അറിവ് വെച്ചത് 19-20 വയസ്സിന്റെ അറിവ് വെച്ച് പറയുന്നതാണ്.
അപ്പൊ തെറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പേഴ്സണലി ആയിട്ട് എന്തെങ്കിലും വിഷമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു എന്നതേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ വേറൊരു ടോപ്പിക്സ് ആയിട്ട് പിന്നെ കണ്ടുമുട്ടാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം.